ഗൈസ് 8000 അച്ചീവ്മെന്റ് പോയിന്റ്സ് വേണം നിങ്ങൾക്ക് ഈ ഒരു ഇമോട്ട് എടുക്കാൻ. ലൈക്ക് എൻ്റെ ഉള്ളതുപോലെ എന്ന OB50 അപ്ഡേറ്റ് വന്നതോടെ നിങ്ങൾക്ക് 18000 പോയിന്റ് ആയാൽ നിങ്ങൾക്ക് വേറെ കുറച്ച് റിവാർഡും കൂടിയും ഗരേനെ തരും. പക്ഷെ അതെന്ത് റിവാർഡാണെന്ന് ഗരേന ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ആ റിവാർഡ്സിനെ കുറിച്ച് ഞാൻ ഗരേനയോട് ചോദിച്ചപ്പോൾ ഗരേന എന്നോട് പറഞ്ഞതുമില്ല. ഗൈസ് ഇതൊക്കെ വീട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ OB50 അപ്ഡേറ്റിന് ശേഷം ഗെയിമിൽ അച്ചീവ്മെന്റിലോട്ട് ആഡാക്കിയ കുറച്ച് ഹിഡൻ മിഷനാണ് ഈ 3 എണ്ണം. ആൻഡ് പുതിയ ഹിഡൻ മിഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഭൂരിഭാഗം പേരും ഇതൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവില്ല. സോ ഗൈസ് ഈ 3 ഹിഡൻ മിഷൻസും ഞാൻ ഓരോന്നായിട്ട് റിവീൽ ചെയ്യാം. ആൻഡ് ഇതിലെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ 3 മിഷൻസും ഒരു മാച്ചിൽ തീർക്കാവുന്നതാണ്. ഇനി ഒരു മാച്ചിൽ തീർന്നില്ലെങ്കിൽ മാക്സിമം 2 മാച്ചിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ 3 മിഷൻസും കംപ്ലീറ്റ് ആക്കാം. സോ ബോറടിക്കാതെ നേരെ നമ്മളെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ് നിങ്ങൾ ഈ 3 മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 300 അച്ചീവ്മെന്റ് പോയിന്റ്സ് ആണ് ലഭിക്കാൻ പോകുന്നത്. സോ അത് ഞാൻ കംപ്ലീറ്റ് ആക്കി കാണിച്ചു തരാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോർമൽ BR ഓപ്പൺ ആക്കി സൊളാര മാപ്പ് മാത്രം സെലക്ട് ചെയ്യാം. ഗൈസ് ഫ്രീ ഫയറിലോട്ട് പുതുതായിട്ട് വന്ന മാപ്പാണ് സൊളാര മാപ്പ്. സോ ആ സെലക്ടോൾ ഒഴിവാക്കിയതിനു ശേഷം സൊളാര മാപ്പ് മാത്രം സെലക്ട് ചെയ്ത് വെക്കുക. പക്ഷേ നോർമൽ ബാറ്റിൽ റോയൽ സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കുക. ഗൈസ് അപ്പോൾ നമ്മൾ സൊളാര മാപ്പ് സെലക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ സൊളാര മാപ്പിലോട്ട് വന്നിട്ട് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ഡെൽറ്റ ഐലൻഡ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. സോ മാപ്പിൽ മാർക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ആ സ്ഥലത്ത് ജമ്പ് ആക്കുക. സോ ഇതുപോലെ നിങ്ങൾ ഈ ഡെൽറ്റ ഐലൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് നോക്കിയിട്ട് ജമ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അവിടെ കറങ്ങി തിരിഞ്ഞാൽ ഈ ഒരു സ്ഥലം കാണാം. ഇവിടെയാണ് നമ്മുടെ വീഡിയോത്തെ ആദ്യ ഹിഡൻ മിഷൻ കിടക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഈ കോയിന് നേരെ ഓടിയാൽ മതി. നിങ്ങളൊരു സീക്രട്ട് ഡോറിലൂടെ കിടക്കും. സോ കോയിൻ എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഇവിടെ ജോയിസ്റ്റിക്ക് അമർത്തി പിടിച്ചാൽ നിങ്ങൾ ആ ഡോറിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ വന്നതിന് ശേഷം ഈ ക്രാക്കായ വാതിലൊന്ന് പൊട്ടിക്കുക. ദെൻ അടുത്തൊരു വാതിലും കൂടി പൊട്ടിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ചാമ്പറിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ആകും. സോ നിങ്ങളിവിടെ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ ഹിഡൻ മിഷൻ സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആകും. ദെൻ ഗൈസ് നിങ്ങൾക്ക് മുകളിലൊരു റൂഫ് ക്രാക്കായത് കാണാൻ കഴിയും. സോ അതൊന്ന് ബ്രേക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു ടയറിൽ ചവിട്ടി നിങ്ങൾക്ക് മുകളിലോട്ട് ചാടിയാൽ മതി, നിങ്ങൾക്ക് പുറത്തെത്താൻ കഴിയും. സോ ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ ആദ്യത്തെ ഹിഡൻ മിഷനായ ഡെൽറ്റ ട്രൗ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഒന്നാമത്തെ മിഷൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ മിഷനിലോട്ട് പോവാണ്. സോ ഈ ഭാഗത്ത് വന്ന് ഞാനൊരു വെഹിക്കിൾ എടുത്ത് നമ്മൾ നേരെ പോകുന്നത് റൈഡേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ്. സോ ഇവിടെ ഈ ഒരു ഭാഗത്ത് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു കുതിരയെ കാണാൻ കഴിയും. സോ റൈഡേഴ്സ് ക്ലബ്ബിൽ ഈ ഒരു കുതിരയാണ് നമ്മുടെ രണ്ടാമത്തെ ഹിഡൻ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. സോ ഇവിടെ വന്ന് ആ യൂസ് ബട്ടൺ അടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു 5-10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അത്ര മാത്രം ചെയ്താൽ മതി. നമ്മുടെ രണ്ടാമത്തെ ഹിഡൻ മിഷനായ എന്ന് പറഞ്ഞ ഈ ഒരു ഹിഡൻ മിഷൻ നമുക്ക് കംപ്ലീറ്റ് ആയി കിട്ടും. സോ ഇപ്പോൾ തന്നെ 200 അച്ചീവ്മെന്റ് പോയിന്റ്സ് നമ്മൾ ബാഗിലാക്കിയിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അവസാനത്തെ ഹിഡൻ മിഷനായ വാട്ടർഫാളിന്റെ ആ ഭാഗത്തുള്ള ഒരു ഹിഡൻ മിഷനാണ്. ആ ഹിഡൻ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ വാട്ടർഫാൾസിന്റെ ഈ ഭാഗത്ത് എത്തിയെങ്കിലും ഗൈസ് നിങ്ങൾ ഈ കാണുന്ന ഈ പാറ എനിക്ക് ചാടി കിടക്കാൻ കഴിഞ്ഞില്ല. കാരണം ഗൈസ് ഈ ഒരു പാറയുടെ മുകളിലോട്ട് എത്തിയിട്ട് വേണം നമുക്ക് ആ ഒരു ഹിഡൻ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷേ ഗൈസ് എത്ര ചാടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു പാറ കിടക്കാൻ കഴിഞ്ഞിട്ടില്ല. സോ ആ ഒരൊറ്റ റീസൺ കൊണ്ട് നമ്മൾ ആ മാച്ച് എലിമിനേറ്റ് ആയി. അങ്ങനെ ഗൈസ് അവസാനത്തെ ഹിഡൻ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നെക്സ്റ്റ് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വാട്ടർഫാൾസിന്റെ ആ ഭാഗത്ത് കൂടെയാണ് പ്ലെയിൻ വന്നിരിക്കുന്നത്. സോ ഞാൻ ആ ഭാഗത്തോട്ട് ജമ്പ് ആക്കി. സോ ഗൈസ് നമ്മൾ ഈ വാട്ടർഫാൾസിന്റെ മുകൾ ഭാഗത്ത് വന്നിട്ടാണ് ലാൻഡ് ആവേണ്ടത്. സോ ഇവിടെ വന്ന് താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്കൊരു പ്ലേസ് കാണാൻ കഴിയും. സോ ആ ഭാഗത്ത് നിങ്ങളൊന്ന് ജമ്പ് ചെയ്ത് കൊടുക്കുക, ലൈക്ക് ഇതുപോലെ. സോ ഗൈസ് അതിനുശേഷം നിങ്ങൾ ഈ കാണുന്ന ടയറിൽ ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നേരെ വാട്ടർഫാളിന്റെ പുറകിലോട്ട് വരും. സോ അപ്പോൾ തന്നെ നമ്മുടെ മൂന്നാമത്തെ ഹിഡൻ മിഷനായ ബിഹൈൻഡ് ദ വെയിൽ എന്ന് പറഞ്ഞ ഹിഡൻ മിഷൻ കംപ്ലീറ്റ് ആയി. ഒക്കെപ്പാടെ നിങ്ങൾക്ക് കിട്ടിയത് 300 അച്ചീവ്മെന്റ് പോയിന്റ്സ്, അതും 2 ഗെയിമിന്റെ ഉള്ളിൽ. സോ നിങ്ങൾ ഈ മാച്ച് കഴിഞ്ഞ് നിങ്ങൾ അച്ചീവ്മെന്റ്സ് പോയി നോക്കിയാൽ മതി, നിങ്ങളുടെ 3 അച്ചീവ്മെന്റ്സും കംപ്ലീറ്റ് ആയി കിടക്കുന്നത് കാണാം. ആൻഡ് ഓരോ ഹിഡൻ മിഷൻസിനും നിങ്ങൾക്ക് 100 പോയിന്റ്സ് വെച്ചാണ് കിട്ടുന്നത്, അതായത് 300 പോയിന്റ്സ്. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എങ്ങനെ UMP വെച്ച് കിടിലം പോലെ ഹെഡ് ഷോട്ട് അടിക്കണം എന്ന് പഠിക്കണമെങ്കിൽ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.